നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് തൈരൂർ. പ്രധാന വാർത്തകൾ. പി.സി. ജോർജിനെതിരായ നീക്കം കേരള കോൺഗ്രസ് ശക്തമാക്കുന്നു. പി.സി. ജോർജിനെ അയോഗ്യനാക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ 3 അംഗ സമിതിയെ നിയോഗിച്ചു. ബാർകോഴ കേസിൽ വിൻസെന്റ് ടെമ്പോളും സർക്കാരും ചേർന്ന് ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് ബാർ ഉടമ ബിജു രമേശ്. ഡ്യൂട്ടി കഴിഞ്ഞു മടങ്ങിയ KSRTC ജീവനക്കാരനെ സ്വകാര്യ ബസ് ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി. പത്തനംതിട്ടയിൽ നിന്നും റാന്നിയിലേക്ക് വന്ന KSRTC ബസ്സിലെ യാത്രക്കാരനെ ജീവനക്കാർ അകാരണമായി മർദ്ദിച്ചതായി പരാതി. വിശദമായ വാർത്തകളിലേക്ക്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയ പി.സി. ജോർജിനെതിരായ നടപടി സംബന്ധിച്ച് പഠിക്കാൻ 3 അംഗ സമിതിയെ നിയോഗിക്കാൻ കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. ആന്റണി രാജു, തോമസ് ഉണ്ണിയാടൻ എന്നിവരടങ്ങുന്നതാണ് സമിതി. പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നതോടൊപ്പം MLA സ്ഥാനത്ത് അയോഗ്യനാക്കാൻ സ്പീക്കറെ സമീപിക്കാൻ ഒരു വിഭാഗം യോഗത്തിൽ ആവശ്യമുന്നയിച്ചെങ്കിലും അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് ഈ തീരുമാനത്തിന് തിരിച്ചടിയാകുമെന്ന് ചില നേതാക്കൾ അഭിപ്രായം പ്രകടിപ്പിച്ചു. വിജിലൻസ് ഡയറക്ടർ വിൻസെന്റ് ടെമ്പോളും സർക്കാരും ചേർന്ന് ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് ബിജു രമേശ്. വിൻസെന്റ് ടെമ്പോളിന് സർക്കാർ ഓഫറുകൾ നൽകിയെന്നും ബിജു രമേശ് പറഞ്ഞു. ജാതി വിവേചനത്തിനെതിരെ കേരള സാംബവർ സൊസൈറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 15-ാം തീയതി രാവിലെ 10 മണിക്ക് മിനി സിവിൽ സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തും. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. Perfect Diagnostic Center on Main Road, Perumpara, Rani. Branch at Central Junction, Vadasherikara. Quality control by CMC Vellore. Clinical Biochemistry Lab and Clinical Pathology Lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for rupees 950. Lipid profile and blood sugar just for rupees 300. Perfect Lab. Accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. ജോലി കഴിഞ്ഞു മടങ്ങിയ KSRTC ബസ് ജീവനക്കാരനെ സ്വകാര്യ ബസ് ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി. തിരുവല്ല KSRTC ഡിപ്പോയിലെ ജീവനക്കാരനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് തിരുവല്ല KSRTC ഡിപ്പോയിൽ ഇടതുപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ 15-ാം തീയതി പണിമുടക്കിന് ആഹ്വാനം ചെയ്തു. ഡ്യൂട്ടി കഴിഞ്ഞു മടങ്ങിയ KSRTC ജീവനക്കാരനെ സ്വകാര്യ ബസ് ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:45 സംഭവം. തിരുവല്ല KSRTC ഡിപ്പോയിലെ ജീവനക്കാരനായ പെരുന്നാട് രാജേഷ് ഭവനത്തിൽ രാജേഷിനാണ് മർദ്ദനമേറ്റത്. റാന്നി തിരുവല്ല റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സിലെ ജീവനക്കാരനായ രാജേഷിനെ ജോലി കഴിഞ്ഞു മടങ്ങുമ്പോൾ ഇട്ടിയപ്പാറയിൽ വെച്ച് സ്വകാര്യ ബസ് ജീവനക്കാരായ 4 അംഗ സംഘം മർദ്ദിക്കുകയായിരുന്നുവെന്ന് രാജേഷ് പറയുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് തിരുവല്ലയിൽ നിന്ന് വീട്ടിൽ പോകാൻ വേണ്ടി പെരുന്നാടിന് പോയിരുന്ന ബസ് റാന്നി വന്നിറങ്ങിയപ്പോൾ റാന്നി സ്റ്റാൻഡ് വെച്ച് പിന്നെ ജസ്റ്റിൻ്റെ മുതലാളിയും അതിലോടുന്ന ഡ്രൈവറും കണ്ടക്ടറും കൂടെ എന്നെ മർദ്ദിക്കുകയും അതിക്രൂരമായി മർദ്ദിക്കുകയും ഹെൽമെറ്റ് എടുത്ത് തലയ്ക്കടിക്കുകയും പിന്നെ ഭിത്തിയെ ചേർത്ത് വെച്ച് ഇടിക്കുകയും വയറ്റത്തിടിക്കുകയൊക്കെ ചെയ്തു. ബൈക്കിലെത്തിയ സംഘം ഹെൽമെറ്റ് ഉപയോഗിച്ച് രാജേഷിന്റെ തലയിൽ അടിക്കുകയും തുടർന്ന് സംഘം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നും രാജേഷ് പറയുന്നു. സാധനം മേടിക്കാൻ വേണ്ടി കടയിലോട്ട് പോയത്. അന്നേരമാണ് അവർ ബസ് ഇറങ്ങി ബാഗ് ഓഫീസിൽ വെച്ചിട്ട് പിന്നെ കടയിലോട്ട് സാധനം മേടിക്കാൻ വന്നത്. വീട്ടിലേക്കുള്ള സാധനം മേടിക്കാൻ വന്നപ്പോഴാണ് ഇവർ കടയുടെ ഇപ്പുറത്ത് വെച്ച് അടിച്ച് ഷർട്ട് ഉടുപ്പും എല്ലാം വലിച്ചു കീറി തൊഴിക്കുകയോ അടിക്കുകയോ എല്ലാം ചെയ്തു. അവർ സുമേഷ് വിനീത് സ്റ്റാഫുകളാണ്. പിന്നെ ഒരാളുള്ളത് സ്റ്റാഫ് തന്നെ, എനിക്ക് പേരറിയത്തില്ല. ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ള അറിവാണ്, നമുക്ക് അവർക്ക് പരിചയമില്ലല്ലോ. പറഞ്ഞു കേട്ടുള്ള പരിചയമാണ്. വന്നു 4 പേര് കൈകൊണ്ട് ഹെൽമെറ്റ് വെച്ച് ആദ്യം അടിച്ചു, തലയ്ക്ക് പുറകിൽ അടിച്ചു, പിന്നെ കൈകൊണ്ട്, പിന്നെ ചവിട്ടുകയും കടിച്ചു അടിച്ചിട്ട് അടിച്ചു. എന്നെ റാന്നിയിൽ ഇനിയും കാല് കുത്തിയേക്കലെന്ന് പറഞ്ഞു. ഇനി ആ സർവീസോടെ വന്നേക്കലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ സ്വകാര്യ ബസ് ജീവനക്കാർ KSRTC ജീവനക്കാരെ സ്ഥിരമായി ഭീഷണിപ്പെടുത്താറുണ്ടെന്നും ബസ് റൂട്ടിനെ സംബന്ധിച്ച് പലപ്പോഴും വാക്കുതർക്കങ്ങൾ ഉണ്ടാകാറുള്ളതായും രാജേഷ് പറയുന്നു. റാന്നി റൂട്ടിൽ ഓടുന്നത് ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്ന KSRTC ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്ന വണ്ടിയാണ് ഈ 4 വണ്ടികൾ.
അയിരൂരുള്ള ഒരു മലയാളിയാണ്. ഞങ്ങളുടെ വണ്ടിയുടെ പുറകെ നടന്ന് ഫോൺ വിളിച്ച് വണ്ടി പറഞ്ഞ് അങ്ങനെ വണ്ടി ഓടുന്നത്. അതിൽ ഭയങ്കര ഗുണ്ടായിസമാണ് അതിലെ കണ്ടക്ടറും ഡ്രൈവർമാർക്കും എല്ലാം. പിന്നെ പണ്ട് തൊട്ടേ ഞങ്ങളോട് പറയും ഡ്രൈവറെയും കണ്ടക്ടറെ അടിക്കും പിടിക്കും. ഇത് വണ്ടി അവരുടെ സമയം എടുത്ത് ഓടുക. നമ്മുടെ KSRTC സമയങ്ങളെടുത്ത് അവർ ഓടുക. നമ്മൾ ഓടി ചെല്ലുമ്പോൾ വണ്ടി കാണുക, പിന്നെ വണ്ടി വിലങ്ങുക. പിന്നെ നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പം നീ റാന്നിക്ക് വന്നേക്ക് പറഞ്ഞു. ഇപ്പം ഇന്ന് അടിക്കുന്നതിന് മുമ്പേ പറഞ്ഞ് പിന്നെ നീ ഇപ്പം യൂണിഫോമിലല്ലല്ലോ, നിന്നെ എനിക്ക് എന്തോരം ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് അടി തുടങ്ങിയത്. പരിക്കേറ്റ രാജേഷിനെ റാന്നി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ശക്തമായി പ്രതിഷേധിക്കുന്നതായി PR പ്രസാദ് അറിയിച്ചു. സാധാരണക്കാർ യാത്ര ചെയ്യുന്ന KSRTC ബസ്സുകളെ ആ KSRTC ബസ്സുകളുടെ ജീവനക്കാരെ ആക്രമിച്ച് ആ ബസ്സുകളുടെ ഇങ്ങോട്ടുള്ള വരവ് അവസാനിപ്പിക്കാൻ നടത്തുന്ന ഹീനമായ ശ്രമമാണ്. ഇത് യാത്രക്കാരും ജനങ്ങളും തിരിച്ചറിയണം. ഇപ്പോൾ നാളെ പണിമുടക്കാണ് തിരുവല്ലയിൽ. KSRTC ബസ്സുകൾ മൊത്തം റാന്നിയിൽ നിന്നും തിരുവല്ലയ്ക്ക് ബസ് അവർ വിടുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. തികച്ചും നമ്മുടെ റാന്നിക്കാർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് റാന്നിയിലെ ജനങ്ങളും യാത്രക്കാരും ഈ ഗുണ്ടാ ആക്രമണങ്ങൾക്കെതിരെ അതിശക്തമായി പ്രതിഷേധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പ്രൈവറ്റ് ബസ്സിലെ എല്ലാ ബസ്സുകാരുമില്ല, ചില പ്രൈവറ്റ് ബസ്സിലെ ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന മുതലാളിമാരെ ഉപയോഗിച്ച് ഗുണ്ടാ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കണം. റാന്നി പോലീസ് കേസെടുക്കണം. അതിശക്തമായ ആക്രമണത്തിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പിൽ കേസെടുക്കേണ്ടി വരും. സംഭവത്തിൽ പ്രതിഷേധിച്ച് 15-ാം തീയതി തിരുവല്ല KSRTC ഡിപ്പോയിൽ ഇടതുപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ പണിമുടക്കിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി തോട്ടപ്പൻകാവ് ദേവീക്ഷേത്രത്തിലെ വാർഷിക പൊതുയോഗവും സഹസ്ര കലശത്തോടനുബന്ധിച്ചുള്ള കൂപ്പൺ വിതരണോദ്ഘാടനവും ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ അജിത് കുമാർ പോറ്റി നിർവഹിച്ചു. ആഗസ്റ്റ് 22, 23 തീയതികളിലായി നടക്കുന്ന സഹസ്ര കലശ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി താഴവൺ മഠം ബ്രഹ്മശ്രീ കണ്ഠരര് രാജീവര് മുഖ്യ കാർമ്മികത്വം വഹിക്കും. റാന്നി തോട്ടപ്പൻകാവ് ദേവീക്ഷേത്രത്തിലെ വാർഷിക പൊതുയോഗവും സഹസ്രകലശത്തോടനുബന്ധിച്ചുള്ള കൂപ്പൺ വിതരണവും ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ അജിത് കുമാർ പോറ്റി ഉദ്ഘാടനം ചെയ്തു. റാന്നി NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് VR രാധാകൃഷ്ണന് കൂപ്പൺ കൈമാറിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് NG ഗംഗാധരൻ നായർ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി G ഹരികുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് സെക്രട്ടറി G ഹരികുമാർ ട്രോഫികൾ വിതരണം ചെയ്തു. ക്ഷേത്രം മതപാഠശാല അധ്യാപികയായ സുമയെ ഖജാൻജി PP തങ്കപ്പൻ നായർ പൊന്നാടയണിയിച്ച് ആദരിക്കുകയും സെക്രട്ടറി G ഹരികുമാർ അവാർഡ് സമ്മാനിക്കുകയും ചെയ്തു. ആഗസ്റ്റ് 22, 23 തീയതികളിലായാണ് സഹസ്രകലശ ചടങ്ങുകൾ നടക്കുക. ക്ഷേത്രം തന്ത്രി താഴവൺ മഠം ബ്രഹ്മശ്രീ കണ്ഠരര് രാജീവർ സഹസ്രകലശ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രം ഭരണസമിതി വൈസ് പ്രസിഡന്റ് KM തങ്കപ്പൻപിള്ള, ജോയിന്റ് സെക്രട്ടറി VK രാജഗോപാൽ, ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് ഷൈൻജി കുറുപ്പ്, ജയൻ പിള്ള, R ഗോപിനാഥൻ നായർ, രവി കുന്നക്കേട് തുടങ്ങിയവർ പ്രസംഗിച്ചു. പത്രമായാലും പുസ്തകങ്ങളായാലും വായിക്കണം 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 വായിക്കണം. വായനയിൽ കൂടി മാത്രമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പല നേട്ടം കൈവരിച്ചത്. ഇന്നെല്ലാ 1960-കളിൽ 70-കളിൽ ഒരു പത്രം പോലും നമ്മുടെ നാട്ടിലായിരുന്നു. ഒരു പത്രം വീട്ടിൽ വരുത്തിയാൽ റേഡിയോയിലായിരുന്നു. സിറ്റി ന്യൂസ്, റാന്നി. ജില്ലയിൽ പട്ടികജാതി വിഭാഗക്കാരായ തൊഴിൽ രഹിത യുവതി യുവാക്കൾക്ക് ജാമ്യ വ്യവസ്ഥയിൽ സ്വയം തൊഴിൽ വായ്പയ്ക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 047340
253381. ഇടവേള. Trine Habitat 2 and 3 bedroom flats at Kottayam Kalathipadi with ultra modern amenities. Bank loan available from all leading banks. Hurry and avail a special handing over offer. A Maruti Alto 800 only for the first 10 purchases. Call 9349383837. വാർത്തകൾ തുടരുന്നു. പത്തനംതിട്ടയിൽ നിന്നും റാന്നിയിലേക്ക് വന്ന KSRTC ബസ്സിലെ യാത്രക്കാരനെ ജീവനക്കാർ അകാരണമായി വഴിയിൽ ഇറക്കിവിട്ടത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് KSRTC ജീവനക്കാർ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. റാന്നി ഇട്ടിയപ്പാറ KSRTC ബസ് സ്റ്റാൻഡിലായിരുന്നു സംഭവം. KSRTC ബസ്സിലെ യാത്രക്കാരനെ ബസ് ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി. പത്തനംതിട്ടയിൽ നിന്നും റാന്നിയിലേക്ക് വന്ന KSRTC ബസ്സിൽ യാത്ര ചെയ്തിരുന്ന നെല്ലിക്കമൺ സ്വദേശി കണ്ണംകുളം വീട്ടിൽ മോനച്ചനാണ് മർദ്ദനമേറ്റത്. പത്തനംതിട്ടയിൽ നിന്നും ബസ്സിൽ കയറിയ മോനച്ചൻ ബസ്സിൽ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് ടിക്കറ്റ് എടുക്കാൻ മറന്നുപോയെന്നും ടിക്കറ്റ് എടുക്കാമെന്ന് സമ്മതിച്ചിട്ടും ബസ് ജീവനക്കാർ മൈലപ്ര പള്ളിപ്പുഴയിൽ ഇറക്കിവിടുകയായിരുന്നുവെന്നും മോനച്ചൻ പറയുന്നു. മൈലപ്രയിൽ ഇറക്കിവിട്ട മോനച്ചൻ സ്വകാര്യ ബസ്സിൽ കയറി റാന്നിയിലെത്തി. KSRTC ജീവനക്കാരോട് തന്നെ ഇറക്കിവിട്ടതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഇവർ ക്രൂരമായി തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്നും മോനച്ചൻ പറഞ്ഞു. സമ്മതിക്കത്തില്ല, നീ ചവിട്ടി പള്ളിപ്പടിക്ക് എന്നെ ഇറക്കി വന്നു. ഞാൻ തൊട്ടടുത്ത് വന്ന് വേണാട് വണ്ടി കയറി ഇവിടെ വന്ന് ഇറങ്ങി. ഞാൻ ചോദിച്ചു, നീ എന്തിനാണ് ഇവിടെ വന്ന് വണ്ടി കയറി? ഇമാരെ KSRTCക്കാരനാണ് എൻ്റെ ഓണടക്കം എന്ന് കയറി. ഞാൻ മുമ്പേ എനിക്കിന്ന് വൈകിട്ട് പമ്പയ്ക്ക് വേണം. പമ്പയ്ക്ക് ഷോപ്പിൽ ജോലി ചെയ്യാൻ നിൽക്കും. നമുക്ക് ഐഡൻറ്റിഫിറ്റി എല്ലാ കാര്യങ്ങളും അപ്പോൾ വൈകിട്ട് പമ്പയ്ക്ക് വാങ്ങിക്കുന്നത്. ബസ്സിൽ കയറിയ മോനച്ചൻ ബസ് ജീവനക്കാരെ അസഭ്യം പറഞ്ഞതിനെ തുടർന്നാണ് ഇറക്കിവിട്ടതെന്നായിരുന്നു KSRTC ജീവനക്കാരുടെ മറുപടി. ഇതാണ് സംഭവം. റാന്നി ചെന്ന് ഞാൻ ടിക്കറ്റ് എടുക്കും, അതിൻ്റെ പൈസ അന്നേരം തരും. അന്നേരം സാറ് അന്നേരം പറഞ്ഞു പറ്റത്തില്ല, ഇവിടെ ഒന്ന് ഇറങ്ങുക, അല്ലെങ്കിൽ ചീത്ത വിളിക്കും. നല്ല മാന്യമായിട്ടുള്ള ചീത്ത വിളിക്കും. ഇപ്പോഴും പുള്ളിക്കാരൻ ചീത്ത വിളിക്കും. അത് ഈ യാത്രക്കാരെ സാറ് ചോദിക്കാം. സംഭവം നടന്നയുടൻ റാന്നി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. വിവരമറിഞ്ഞ് നിരവധി നാട്ടുകാർ ഇട്ടിയപ്പാറയിൽ തെളിച്ചുകൂടിയിരുന്നു. സംഭവത്തിൽ പരിക്കേറ്റ മോനച്ചനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി പഴവങ്ങാടി ചെറുവാഴക്കുന്ന് തടം DYFI യൂണിറ്റ് CPIM പഴവങ്ങാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KK സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. റാന്നി പഴവങ്ങാടി ചെറുവാഴക്കുന്നുതടം DYFI യൂണിറ്റ് ചെറുവാഴക്കുന്നുതടം മണക്കാലം പള്ളിപ്പടിയിൽ CPIM പഴവങ്ങാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായ KK സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. DYFIയുടെ ചെറുവാഴക്കുന്ന് യൂണിറ്റിന്റെ ഉദ്ഘാടനം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പ്രദേശത്തെ അതുപോലെ കൊടി, ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആകെ മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാനുള്ള ശുഭ്രപതാകയുടെ കൊടി ഇവിടെ ഉയർന്നിരിക്കുന്നു. തീർച്ചയായും ഒരു നല്ല സന്ദേശം ഈ സമയത്ത് നമുക്ക് നൽകാൻ കഴിയും. നമ്മുടെ പ്രദേശത്തെ ജനങ്ങളെ ആകെ ജാതിക്കും മതത്തിനും അതീതമായി നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഒന്നിച്ചു കാണുന്ന ഈ ശുഭ്രപതാക അത് ഉയർത്തുവാൻ ഇത്രയും ജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ജെറി തോമസ് ചെറുവാഴക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു. MK തോമസ്, പൊന്നി തോമസ്, എബ്രഹാം K തോമസ്, ജോജി ഫിലിപ്പ്, അശ്വിൻ നായർ, ബിജു മുരിപ്പേൽ, OA മാത്യു, ബിജിലി സാം തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. റാന്നിയിലെ അടഞ്ഞ ഓടകളിലെ മണ്ണ് PWD അധികൃതർ നീക്കം ചെയ്തു തുടങ്ങി. റാന്നി ചെത്തോങ്കര മുതൽ ബ്ലോക്ക് പടി വരെയുള്ള ഓടയിലെ മണ്ണാണ് അധികൃതർ നീക്കം ചെയ്യുന്നത്. റാന്നിയിലെ ഓടകൾ മണ്ണ് നിറഞ്ഞ് അടഞ്ഞ് റോഡിൽ വെള്ളം കെട്ടിക്കിടന്ന് വാഹനയാത്ര ദുഷ്കരമായതോടെ PWD നേതൃത്വത്തിൽ ഓടയിലെ മണ്ണ് നീക്കം ചെയ്തു തുടങ്ങി. റാന്നി ചെത്തോങ്കര മുതൽ ബ്ലോക്ക് പടി വരെയുള്ള ഭാഗങ്ങളിലെ ഓടയിലെ മണ്ണാണ് PWD നേതൃത്വത്തിൽ നീക്കം ചെയ്യുന്നത്. റാന്നിയിലെ ഓടകൾ മണ്ണ് നിറഞ്ഞടഞ്ഞതിനാൽ റോഡിലൂടെയുള്ള കാൽനടയാത്രയും വാഹനയാത്രയും ഒരുപോലെ ബുദ്ധിമുട്ടിലായിരുന്നു. ഇതിനെതിരെ നിരവധി സംഘടനകളും രംഗത്തെത്തിയിരുന്നു. ഓടകളിലെ മണ്ണ് നീക്കം ചെയ്യണമെന്ന ആവശ്യം താലൂക്ക് വികസന സമിതികളിൽ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. റാന്നിയിലെ ഓടകളിലെ മണ്ണ് നീക്കം ചെയ്യുവാൻ ആരംഭിച്ചതോടെ ഇനിയെങ്കിലും റാന്നിയിലൂടെയുള്ള ദുഷ്കരമായ യാത്രയ്ക്ക് അല്പം ആശ്വാസം ലഭിക്കുന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. സിറ്റി ന്യൂസ്, റാന്നി. ജില്ലയിൽ കരകൗശല മേഖലയിലെ തൊഴിലാളികളുടെയും സ്ഥാപനങ്ങളുടെയും പ്രശ്നങ്ങൾ പഠിക്കാൻ വിവരശേഖരണം നടത്തുന്നു. ഫോൺ നമ്പർ 0468 2214 639. ഒരിടവേള കൂടി.
സ്വസ്ഥവും ശാന്തവും പരിസ്ഥിതി സൗഹാർദ്ദവുമായ അന്തരീക്ഷത്തിൽ ഇടക്കുളം SNDP ജംഗ്ഷനിൽ നിന്നും 700 മീറ്റർ ദൂരത്തിലും വടശ്ശേരിക്കര ടൗണിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി പണിതീർത്ത 1100 സ്ക്വയർ ഫീറ്റ് വീട് വിൽപ്പനയ്ക്ക്. 2 ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ, അടുക്കള, വർക്ക് ഏരിയ, ഹാൾ, സിറ്റ് ഔട്ട് എന്നീ സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച പുതുമയാർന്ന ഈ വീട് സ്വന്തമാക്കുവാൻ വിളിക്കുക 9947050755 9544100755. വാർത്തകൾ തുടരുന്നു. റാന്നി തോട്ടമൺ വില്ലേജ് യൂണിയൻ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ തോട്ടമൺ ശ്രീരാമവിലാസം NSS കരയോഗ മന്ദിരത്തിൽ സംഘടിപ്പിച്ച പഠനോപകരണ വിതരണം റാന്നി ഗ്രാമപഞ്ചായത്ത് അംഗം PR പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. റാന്നി തോട്ടമൺ വില്ലേജ് യൂണിയൻ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ തോട്ടമൺ ശ്രീരാമവിലാസം NSS കരയോഗ ഹാളിൽ സംഘടിപ്പിച്ച പഠനോപകരണ വിതരണം റാന്നി ഗ്രാമപഞ്ചായത്ത് അംഗം PR പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വായിച്ചു വളരുന്ന തലമുറ അല്ലെങ്കിൽ വരുന്ന കുട്ടികൾ വായിക്കുകയും അറിവ് നേടുകയും ചെയ്തില്ലെങ്കിൽ നമ്മുടെ സമൂഹം വലിയ ഉയർച്ചയിലേക്ക് നീങ്ങുകയില്ല. അവരുടെ അറിവ് അവർക്ക് ലഭ്യമായില്ലെങ്കിൽ സ്വാഭാവികമായും നമുക്ക് ഇനിയും വരാൻ പോകുന്ന തലമുറയ്ക്ക് നമ്മുടെ ഭാവി പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ, നാടിന്റെ മെച്ചപ്പെട്ട പ്രവർത്തനത്തിലേക്ക് നയിക്കുന്ന ഒരു തലമുറയായി മാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ വായിച്ചു വളരേണ്ടവരായിട്ടുള്ള ആളുകളാണ്. അതിനെ പ്രചോദനം ചെയ്യേണ്ടത് രക്ഷകർത്താക്കളാണ്. ലൈബ്രറി വൈസ് പ്രസിഡന്റ് പ്രേമ അധ്യക്ഷയായിരുന്നു. എല്ലാ കുട്ടികളും പുസ്തകം ലൈബ്രറിയിൽ വന്ന് എടുത്ത് വായിക്കാനും അത് പ്രയോജനപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത്. വളരെ സൗകര്യമായിട്ട് അടുത്തുള്ള സ്ഥലത്താണ് നിങ്ങൾക്ക് വന്ന് വാങ്ങാം. ഇഷ്ടം പോലെ പുസ്തകങ്ങൾ ലൈബ്രറിയിലുണ്ട്. അതെല്ലാവരും പ്രയോജനപ്പെടുത്തണം. അതുകൊണ്ട് അതെല്ലാം ഇനിയും മുന്നോട്ടുള്ള കാര്യങ്ങളും ഈ പഠനോപകരണങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ പഠിത്തത്തിലും അതുപോലെ തന്നെ നല്ല മികവ് ഉണ്ടാവണം. ശശിധരൻ നായർ ആശംസകൾ അർപ്പിച്ചു. ഈ ബാലവേദിയിൽ അംഗങ്ങളായി ചേരാത്ത കുട്ടികൾ ഈ ബാലവേദിയിൽ വന്ന് ലൈബ്രറി വന്ന് ചേർന്ന് അവരെ പുസ്തകം എടുത്ത് വായിച്ച് വായനാശീലമുള്ളവരായിട്ട് നമ്മൾ മാറണം. ഇനിയിപ്പം വായിക്കുന്നവരുടെ കുറവാണ്, TV ഒക്കെ ഉള്ളതുകൊണ്ട് വായന കുഞ്ഞുങ്ങളടക്കം വായനയിൽ നിന്നും പുറകോട്ട് പോയിരിക്കുക. അതുകൊണ്ട് വായനാശീലം വളർത്തുന്നതിനും അറിവ് വർദ്ധിക്കുന്നതിനു വേണ്ടി നമ്മുടെ പരമാവധി നമ്മുടെ ഈ സ്ഥാപനം ഈ ലൈബ്രറി നമ്മൾ ഉപയോഗിക്കണം. നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ് റാന്നി. 1 റാങ്ക് 1 പെൻഷൻ പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാന്നിയിൽ പ്രകടനം നടത്തി. കേന്ദ്ര സർക്കാർ നീതി പാലിക്കുക, പ്രധാനമന്ത്രി വാക്ക് പാലിക്കുക. ഈ സമരം എവിടെ പോയി? കേന്ദ്ര സർക്കാർ നീതി പാലിക്കുക. സംരക്ഷിത സ്മാരകങ്ങളിൽ സ്മാരക അറ്റൻഡർമാരായി സേവനം ചെയ്യാൻ താൽപര്യമുള്ള SSLC പാസ്സായ 55 വയസ്സിൽ താഴെയുള്ള എക്സ് സർവീസുകാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ പാർക്ക് വ്യൂ ചരിത്ര പൈതൃക മ്യൂസിയം തിരുവനന്തപുരം ഓഫീസിൽ 16-ാം തീയതി രാവിലെ 10 മണിക്ക് ഇന്റർവ്യൂവിന് ഹാജരാകണം. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. PC ജോർജിനെതിരായ നീക്കം കേരള കോൺഗ്രസ് ശക്തമാക്കുന്നു. PC ജോർജിനെ അയോഗ്യനാക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ 3-അംഗ സമിതിയെ നിയോഗിച്ചു. ബാർക്കോഴ കേസിൽ വിൻസെന്റ് എംപോളും സർക്കാരും ചേർന്ന് ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് ബാറുടമ ബിജു രമേശ്. ഡ്യൂട്ടി കഴിഞ്ഞു മടങ്ങിയ KSRTC ജീവനക്കാരനെ സ്വകാര്യ ബസ് ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി. പത്തനംതിട്ടയിൽ നിന്നും റാന്നിയിലേക്ക് വന്ന KSRTC ബസ്സിലെ യാത്രക്കാരനെ ജീവനക്കാർ അകാരണമായി മർദ്ദിച്ചതായി പരാതി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.